അങ്ങനെ ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ അതിനകത്താണെങ്കിൽ അയാളെ ചോദ്യം ചെയ്യണമായിരിക്കും. എന്നിട്ട് എന്താ സംഭവം ഉണ്ടായെന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ടാകും, ഞാൻ ശരിക്കും പറഞ്ഞാൽ അവളെ ഇഷ്ടപ്പെട്ട അപ്പം തന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. അവൾക്ക് ഇത്ര പെട്ടെന്ന് ആയതുകൊണ്ടുള്ള ടെൻഷനായെന്ന് ഓർത്തിട്ട് ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. നീ പതിയെ സമയം എടുത്ത് ആലോചിച്ചാൽ മതി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. പക്ഷെ അവളാണെങ്കിൽ ആകെ പേടിച്ചിട്ട് കത്തി വെച്ചിട്ട് എന്നെ കുത്താനൊക്കെ ശ്രമിച്ചു. അവൾ സ്വന്തമായിട്ട് പരിക്കേൽപ്പിക്കുമെന്ന് ഭയപ്പെട്ടിട്ട് ഞാനത് പിടിച്ച് മാറ്റുന്ന സമയത്താണ് അവൾക്ക് അങ്ങനെ ഒരു പരിക്ക് പറ്റിയത്. അപ്പം തന്നെ ഞാൻ പോലീസിനെ വിളിച്ചെങ്കിലും അവളെ രക്ഷപ്പെടുത്താനായില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പുള്ളി നല്ല കരച്ചിലായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെയായിരിക്കും ആ ഒരു പെണ്ണ് മരിച്ചിട്ടുണ്ടാവുക. അപ്പം നമ്മുടെ ഗേറു ഒക്കെ ആണെങ്കിൽ അവിടെ ഉണ്ടാകും. അപ്പം ഗേറു പറയും ആ ഒരു കർട്ടനൊക്കെ അടക്കാൻ പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ അവിടെയൊക്കെ ആണെങ്കിൽ ലേറ്റ് അടിച്ച് നോക്കുന്നുണ്ടാകും. അപ്പം അവൾ പറയും ഇത് കണ്ടിട്ട് എന്നെ പേടിയാവണം എന്നൊക്കെ പറയുമ്പോൾ അവളിനിങ്ങനെ പറയുന്നുണ്ടാകും, എന്തിനാ പേടിക്കുന്നത്, ഇതിൻ്റെ പ്രതിനെ പിടിച്ചിട്ടുണ്ട്, അത് മാത്രമല്ല ഈ ഒരു ബോഡി ആണെങ്കിൽ ഓട്ടോപ്സിക്ക് അയച്ചിട്ടുണ്ട്, പിന്നെ എന്തിനാ പേടിക്കാൻ മാത്രം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് അങ്കിളാണെങ്കിൽ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടുത്തെ ആ ഒരു പെണ്ണുങ്ങളൊക്കെ പറയുന്നുണ്ടാകും, ഇത്ര നാളുണ്ടായിട്ട് ഇപ്പോഴാണ് ക്ലീൻ ആക്കുന്നത്, ഇനി ആ ഫ്ലാറ്റിൻ്റെ വിലയൊക്കെ കുറയുമെന്നൊക്കെ ഇങ്ങനെ പറയാൻ നിൽക്കുമ്പോൾ തന്നെ കൊച്ചുങ്ങൾ ഇങ്ങനെ വന്നിട്ട് ചോദിക്കും, ചേട്ടനാണ് ആ ശവത്തിനൊക്കെ ക്ലീൻ ചെയ്യണേന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ചെറുക്കന് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പം തന്നെ അമ്മമാർ വിളിക്കുമ്പോൾ ഈ ചെറുക്കന്മാർ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ ഒരു അങ്കിളാണെങ്കിൽ അവരെ പേടിപ്പിക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഗേറു ആണെങ്കിൽ ആ ഒരു പുള്ളിക്കാരത്തിയുടെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ടാകും. അപ്പോൾ ഈ മരിച്ചു പോയ പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രീ സ്കൂളിലെ ടീച്ചറായിരിക്കും കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടതായ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ടാകും. അങ്ങനെ എടുത്തൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിയുമ്പോൾ എന്താ അവിടുത്തെ ആ ഒരു വില്ലേലെ പ്രസിഡന്റ് പറയുന്നുണ്ടാകും, മറ്റേ നിങ്ങളുടെ ഈ ഒരു ഇത് മാറ്റിയിടണം, ഇത് പെട്ടെന്ന് തന്നെ തീരില്ലേ, എന്തായാലും പെട്ടെന്ന് തീർത്തിട്ട് കളയണം, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, കൊച്ചുങ്ങളൊക്കെ വളർന്നു വന്നെയല്ലേ, അവർക്കും ഒരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നതെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തി ആണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ആ ഒരു അങ്കിളിനെ ഇതങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഗേറു പറയുന്നുണ്ടാകും, ഞങ്ങൾ മിക്ക സ്ഥലത്ത് പോകുമ്പോഴും ഇങ്ങനെ വണ്ടിയൊക്കെ മാറ്റിയിടാൻ പറയുന്നുണ്ടാകും, വേറൊന്നുമില്ല അവർക്കൊന്നും മരിച്ചതിനെ പറ്റി വല്ല താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അത് നമ്മൾ മാറ്റിടേണ്ടി വരും. അത് മാത്രമല്ല ഈ സാധനങ്ങളൊക്കെ എനിക്ക് ആ ഒരു ടീച്ചറിൻ്റെ കൊച്ചുങ്ങൾക്ക് കൊടുക്കാണ്ടെന്ന് പറയുമ്പോൾ അങ്കിൾ പറയും, ഞാനൊന്നുമില്ല നിങ്ങൾ വേണമെങ്കിൽ കൊടുത്തോളാൻ പറഞ്ഞ് അങ്കിളാണെങ്കിൽ അകത്തോട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടാകും. അപ്പം നമ്മുടെ ഗേറും അതുപോലെ തന്നെ നമ്മുമാണെങ്കിൽ ആ ഒരു ടീച്ചറിൻ്റെ സ്കൂളിലേക്ക് പോകുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ ഒരു അങ്കിളാണെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ട് ആ ഒരു വാൾപേപ്പർ കളയാൻ വേണ്ടി നോക്കുമ്പോൾ ഇവനിക്കാണെങ്കിൽ പഴയ കാര്യം ഇങ്ങനെ ആലോചിക്കും. ഇവൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്ന കുറച്ച് മെമ്മറീസൊക്കെ ആലോചിച്ചിട്ട് ഇവൻ വല്ലാതങ്ങ് എന്താ പറയുക ഒന്ന് മെമ്മറൈസ് ആകും. അപ്പം തന്നെ ഇവനാണെങ്കിൽ ആ ഒരു വാൾപേപ്പറൊക്കെ എന്തോ ദേഷ്യത്തിൽ വലിച്ചു കീറി കളയുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ ഇവരാണെങ്കിൽ ആ ഒരു ടീച്ചറുടെ അടുത്ത് പറയുന്നുണ്ടാകും, ഇങ്ങനെ മരിച്ചുപോയ ടീച്ചറിൻ്റെ സാധനങ്ങളാണ് ഇതൊക്കെ, ആ ടീച്ചറിൻ്റെ ആ ഒരു കുട്ടികൾക്ക് കൊടുക്കുമോയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ടാകും, സോറി ഞങ്ങളൊക്കെ കൊച്ചുങ്ങളോട് ടീച്ചർ ഒരു ട്രിപ്പിന് പോയി എന്നാണ് പറഞ്ഞേക്കുന്നത്, എന്തായാലും മരിച്ചു പോയ ടീച്ചറിൻ്റെ സാധനങ്ങളൊന്നും ഇനി അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഗേറ് പറയും, അതെന്താ കൊടുക്കാൻ പറ്റാത്ത, ഗിഫ്റ്റൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ എന്നൊക്കെ ചോദിക്കട്ടോ. അപ്പം നമ്മുടെ നമ്മു പറയുന്നുണ്ടാകും, നിങ്ങളെന്നാ ടീച്ചർ എന്നാന്നൊന്നും പറയണ്ട, അവരെന്തായാലും ഇതൊക്കെ ഒന്ന് വായിച്ചോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ പുള്ളിക്കാരത്തി പറയും, ആ ഓക്കെ ഞാൻ എന്തായാലും കൊടുക്കാമെന്നും പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ ഗേറ് പറയുന്നുണ്ടാകും, എനിക്ക് ഈ ഒരു പെണ്ണിനെ കാണണമെന്ന് പറഞ്ഞ് ആ ഒരു ടീച്ചറിനെ കാണും കേട്ടോ. ആ ഒരു ടീച്ചർ ഗർഭിണിയായിരിക്കും. അപ്പം മരിച്ചു പോയ ആ ടീച്ചറാണെങ്കിൽ ഈ ടീച്ചറിന്റെ കൊച്ചിന് വേണ്ടിയിട്ട് എന്തോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ ആ പുള്ളിക്കാരത്തിക്ക് ഭയങ്കര സങ്കടമാവട്ടോ. അപ്പോൾ പുള്ളിക്കാരത്തി പറയുന്നുണ്ടാകും, ശരിക്കും പറഞ്ഞാൽ ഞാൻ കാരണം അവൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നത്, എൻ്റെ കല്യാണത്തിന് വെച്ചിട്ടാണ് അവളും അവനും കണ്ടുമുട്ടിയത്. ശരിക്കും പറഞ്ഞാൽ അവൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ തന്നെ എനിക്ക് പല സംശയം ഉണ്ടായിരുന്നു. ഞാൻ അവളോട് ചോദിച്ചെങ്കിലും അവളൊന്നും പറഞ്ഞില്ല, അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുമായിരുന്നു, എന്താ കാര്യം എന്നൊന്നും എനിക്കറിയാം. പക്ഷേ ഇതൊക്കെ സംഭവിച്ചത് ഞാൻ കാരണമാണ്, അവനത്ര പാവമൊന്നായിട്ട് എനിക്ക് തോന്നണില്ല എന്നൊക്കെ അവരോട് പറഞ്ഞ് ആ ഒരു ടീച്ചർ നല്ല കരച്ചിലായിരിക്കും കേട്ടോ. എന്തോ പുള്ളിക്കാരത്തിയുടെ തെറ്റുകൊണ്ടാണ് ആ ഒരു ടീച്ചർ മരിച്ചെന്നുള്ളൊരു വിഷമത്തിലാണ് പുള്ളിക്കാരത്തി. അങ്ങനെ പിറ്റേന്ന് രാത്രിയാകുമ്പോൾ എന്താ നമ്മുടെ ഗീറുവിനാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടാവില്ല. അവൻ എന്തൊക്കെയോ പേപ്പറൊക്കെ ആലോചിച്ചിട്ട് പെട്ടെന്ന് തന്നെ അങ്കിളെടുത്ത് പറയും, അങ്കിളെ നമുക്ക് ഇപ്പം തന്നെ പോകണം, ഒരു സാധനം നോക്കാനുണ്ടെന്നും പറഞ്ഞ് ആ ഒരു രാത്രി തന്നെ അവരാണെങ്കിൽ ആ ഒരു ടീച്ചറിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു ടീച്ചറിനെ കൊന്നെന്ന് പറഞ്ഞ ഒരാളില്ലേ, അയാൾക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഒപ്പിടണം. അപ്പം ഈ ഒരു പോലീസുകാരാണെങ്കിൽ വീണ്ടും ചോദിക്കും, ശരിക്കും എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കും, എന്താണ് നിങ്ങൾ വന്നപ്പോൾ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇയാൾ പിന്നെയും ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാകും, ഞാൻ നിങ്ങളോട് എത്ര തവണ പറയണം, ഞാനിങ്ങനെ വന്ന് സംസാരിക്കാൻ വേണ്ടി നിന്നു, അപ്പോൾ ഇവളെങ്ങടെ പോണെന്ന് ഞാൻ ചോദിച്ചു, ആ പോണത് നിൻ്റെ ഫാമിലിക്ക് അറിയുമെന്ന് വെച്ചപ്പോൾ അവളില്ല, നിങ്ങളെന്തായാലും പറയണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും അവളുടെ ഫാമിലിനോട് പറയുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് അവൾ എന്നെ പേടിപ്പിച്ചതാണ് ആ ഒരു കത്തി വെച്ചിട്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അങ്ങനെയും പറഞ്ഞ് സംസാരിക്കുമ്പോൾ നമ്മുടെ ഗേറോ മംഗളാണെങ്കിൽ ആ ഒരു റൂമിൽ നിന്ന് നോക്കുന്നുണ്ടാകും.
അപ്പം അങ്കിൾ ചോദിക്കും നീ എന്ത് ചെയ്യും നോക്കണേന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും ഇവിടെ ഒരു ക്യാമറ ഉണ്ടാവണം, ക്യാമറ വരാൻ ചാൻസ് ഉണ്ട്, 360 ഡിഗ്രി വരെ തിരിയുന്ന ഒരു ക്യാമറയാണ്, എവിടെയെങ്കിലും ഉണ്ടാവും, പെട്ടെന്ന് നോക്കുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവനിങ്ങനെ നോക്കുന്നുണ്ടാവും കേട്ടോ. അപ്പം തന്നെ ഗേറുവിന് മനസ്സിലാകും ദേ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് ലാഡറിട്ട് കയറുമ്പോൾ ഇവന് വീഴാൻ വേണ്ടി പോകുമ്പോൾ അങ്കിൾ പറയും മാറി ഞാൻ കയറിക്കോളാം എന്നും പറഞ്ഞ് കയറും കേട്ടോ. അങ്ങനെ കയറി കഴിയുമ്പോൾ അങ്കിൾ പറയും കയറു നീ നിൻ്റെ ആ ഒരു പോലീസ് കൂട്ടുകാരനെ വിളിക്കാൻ ഇങ്ങനെ പറയുന്നുണ്ടാവും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ക്യാമറ ഉണ്ടാകും. അങ്ങനെ മറ്റേ പുള്ളിക്കാരാണെങ്കിൽ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവളാണെങ്കിൽ ഒപ്പിടാൻ പറഞ്ഞാൽ അത് കൊടുക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ചെറുക്കനാണെങ്കിൽ അത് ഒപ്പിടാൻ വേണ്ടി പോകുമ്പോൾ തന്നെ ആ ഒരു പോലീസുകാർ ഇങ്ങനെ പറയുന്നുണ്ടാകും നീ ഒപ്പിടണ്ട, നീ നന്നായിട്ട് അഭിനയിക്കൂലേ എന്നും പറഞ്ഞ് ആ ഒരു സംഭവം മാറ്റി വെച്ചിട്ട് ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ടാവും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവനാണെങ്കിൽ ആ ഒരു ഡോറിൽ തട്ടുന്നുണ്ടാകും മര്യാദക്ക് തുറക്ക്, ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല, അവസാനമായിട്ടാണ് മര്യാദക്ക് തുറന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ അയൽവക്കക്കാരൊക്കെ അറിയുമെന്നൊക്കെ പറയുമ്പോൾ ആ കൊച്ചാണെങ്കിൽ നിവർത്തികേടും കൊണ്ട് ഡോർ തുറക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഡോർ തുറന്നു കഴിയുമ്പോൾ തന്നെ ഇവിടെ ചോദിക്കുന്നുണ്ടാകും നീ എന്തിനാ വന്നേന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ആ ഒരു കത്തി എടുത്തിട്ട് ഡയറക്റ്റ് അവളെ കുത്തുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് പറയും ഞാനോട് പറഞ്ഞല്ലേ ഒന്നല്ലെങ്കിൽ ഞാൻ മരിക്കണം അല്ലെങ്കിൽ നീ മരിക്കണം, എന്നാലും നമ്മുടെ ഒരു റിലേഷൻ അവസാനിക്കുള്ളൂ എന്നുള്ള കാര്യം ഞാൻ എന്നോട് പറഞ്ഞേക്കണല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഇവൻ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ളൊരു റിലേഷനിലായിരിക്കും ആ ഒരു പെങ്കൊച്ച് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവനാണെങ്കിൽ ആ ഒരു പെങ്കൊച്ചിനെ കൊന്നതായിരിക്കും കേട്ടോ, അവനെ വിട്ട് പോകുമെന്ന് ഓർത്തിട്ട്. അങ്ങനെ ആ ഒരു കേസും ക്ലോസ് ആയി കഴിയും. അപ്പം നമ്മുടെ ഗേറോ ഒക്കെ ആണെങ്കിൽ ആ ഒരു ടീച്ചറിൻ്റെ സാധനമൊക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ടാകും. എന്നിട്ട് ആ പോലീസ് ഓഫീസർ ആണെങ്കിൽ അവൻ്റെ അടുത്ത് ഒരുപാട് നന്ദി പറയും. എന്നിട്ട് പറയും എന്നാലും നിനക്ക് ഈ ലീഡ് എങ്ങനെ കിട്ടിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും അതിൻ്റെ ആ ഒരു പേപ്പർ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ എങ്ങും ഞാൻ ആ ഒരു ക്യാമറ കണ്ടില്ല, അതുകൊണ്ട് ഞാൻ ആ ക്യാമറ അന്വേഷിച്ച് നടന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അങ്ങനെയൊക്കെ പറയാൻ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു കുറ്റവാളിനെ ഇറക്കി കഴിയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും എനിക്ക് ആ ഒരു കുറ്റവാളിനോട് ഒരു കാര്യം പറയണ്ടെന്നും പറഞ്ഞ് ആ ഒരു ചാർട്ട് എടുത്തിട്ടും പോയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാകും ഇത് ആ ഒരു ടീച്ചറിൻ്റെ കുട്ടികൾ അവർക്ക് വേണ്ടിയിട്ട് എഴുതിയതാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ പറയുന്നുണ്ടാകും എനിക്ക് മിസ്സിനെ ഒരുപാട് ഇഷ്ടമാണ്, മിസ്സിനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും, പിന്നെ ചിലവരിങ്ങനെ പറയുന്നുണ്ടാകും മിസ്സിനെ ഞാൻ വലുതാകുമ്പോൾ കല്യാണം കഴിക്കും, 20 കൊല്ലം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഗേൾ ഇങ്ങനെ പറയുന്നുണ്ടാകും ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികൾക്കൊക്കെ ഉള്ള ആ ഒരു സ്നേഹമാണ് ആ ഒരു സ്നേഹം, അല്ലാതെ നിങ്ങൾക്കുള്ള സ്നേഹമല്ല, നിങ്ങൾ ഒരിക്കലും ആ ഒരു ടീച്ചറിനെ സ്നേഹിച്ചിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ടാകും. നമ്മുടെ ഗേറു പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാകും നിങ്ങൾ ഒരിക്കലും ആ ടീച്ചറിനെ സ്നേഹിച്ചിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു ടീച്ചറിൻ്റെ ഷോർട്ടായിട്ടുള്ളൊരു കാര്യമാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു റിലേഷനിലുള്ള സമയത്ത് ആ ഒരു പുള്ളിക്കാരൻ ടോക്സിക്കാന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആ ടീച്ചർക്ക് വല്ലാത്തൊരു ഡിപ്രസ്ഡ് ആയിരുന്നു. പുള്ളിക്കാരത്തി ആണെങ്കിൽ ആ ഒരു റിലേഷൻ സ്റ്റോപ്പ് ആക്കണ ആ ഒരു സമയത്തായിരുന്നു ഇയാൾ തിരിച്ച് അവളെ ആണെങ്കിൽ കൊന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കാണിക്കുന്നതാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ആ ഒരു പോലീസുകാരൻ ഇങ്ങനെ പറയുന്നുണ്ടാകും നിനക്ക് എന്തുണ്ടെങ്കിലും വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് ആ ഒരു ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും എനിക്കിതിൻ്റെ ആവശ്യമില്ല, എനിക്കിതൊക്കെ അറിയാമെന്നും പറഞ്ഞ് ആ ഒരു അഡ്രസ്സും പിൻകോഡും ആ ഒരു ഫാക്സ് നമ്പറും മൊബൈൽ നമ്പറൊക്കെ അടക്കം അവൻ ആ ഒരു പോലീസിനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പോലീസിന് വല്ലാത്തൊരു അതിശയാകും കേട്ടോ. ഇവന് അത്രയ്ക്കും ഹൈപ്പർ ആക്റ്റീവ് അല്ലേ, അതുകൊണ്ട് തന്നെ. അങ്ങനെ നമ്മുടെ നമ്മു ആണെങ്കിൽ അങ്കിൾ ഒരു റിയൽ എസ്റ്റേറ്റ് കടയിൽ നിന്ന് ഇറങ്ങി വരുന്ന കണ്ടിട്ട് ഇവൾ വല്ലാത്ത ഒരു ഡൗട്ട് തോന്നിയിട്ട് ഇവളാണെങ്കിൽ ആ ഒരു കടയിൽ കയറിയിട്ട് പറയും അത് ഇപ്പം ഇറങ്ങിപ്പോയത് എൻ്റെ അങ്കിളാണ്, അങ്കിളുടെ അഡ്രസ്സ് മറന്നൊരു സംശയം, ആ അഡ്രസ്സ് ഒന്ന് പറയുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവരാണെങ്കിൽ ഒരു അഡ്രസ്സ് പറയുമ്പോൾ അത് നമ്മുടെ ഗേറുടെ വീടിൻ്റെ അഡ്രസ്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ടാകും പുള്ളി പറഞ്ഞത് ഏറ്റവും പെട്ടെന്ന് കച്ചവടം നടത്താനാണ്, പക്ഷെ അതൊരു അപ്പാർട്ട്മെൻറ്റ് അല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നടക്കുമെന്ന് തോന്നണില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പം തന്നെ ഇവക്കാണെങ്കിൽ വല്ലാത്തൊരു പേടി തോന്നിയിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ ഗേറുടെ വീട്ടിൽ വാക്കി ടോക്കി എടുത്തിട്ട് അവിടെ വെക്കുന്നുണ്ടാവും കേട്ടോ. ഒരു വാക്കി ടോക്കിയിൽ ഒരെണ്ണം അവിടെയും വെക്കും, ഒരെണ്ണം അവളുടെ വീട്ടിലും വെക്കും. അപ്പോൾ ഇവനാണെങ്കിൽ എണീക്കുന്ന സമയത്ത് ഇവളും എണീച്ച് ഇവനെ ഫോളോ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഇവന് പിന്നെയും നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ എന്താ ആ ഒരു പെണ്ണിനെയാണെങ്കിൽ ആ ചെറുക്കൻ ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ഉപദ്രവിക്കുമ്പോൾ ഇവന് പെട്ടെന്ന് ഇവൻ്റെ ചെറുപ്പത്തിലെ കാര്യമൊക്കെ ആലോചിക്കും. ഇവൻ്റെ അച്ഛനാണെങ്കിൽ അമ്മനെ തല്ലിയത് ആലോചിച്ചിട്ട് ഇവൻ പെട്ടെന്ന് തന്നെ അത് തടയുന്നുണ്ടാകും. അപ്പോൾ തടയുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ടാകും നിനക്ക് നിൻ്റെ കാര്യം നോക്കി പോയാൽ പോലെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും എപ്പോഴും ഞാൻ നടക്കാൻ വരുമ്പോൾ ഇത് തന്നെയല്ല അവസ്ഥ, നീ അവളെ തൊടാണ്ടിരുന്ന് ഞാൻ എന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ അവൻ പറയും ഞാനൊന്നും തൊടറില്ല, നിനക്ക് സന്തോഷമായില്ലേ നീ പൊക്കോളാൻ പറഞ്ഞ് അവനെ പറഞ്ഞു വിടുമ്പോൾ തന്നെ എന്താ ഇവനിക്ക് അത് പോരാതെ അവനാണെങ്കിൽ അവനെ ഇട്ട് നല്ല രീതിക്ക് ഇടിക്കുന്നുണ്ടാട്ടോ. നീ ഒന്നും മലയിലും പറഞ്ഞാൽ കേൾക്കില്ല എന്നും പറഞ്ഞ് അയാൾക്ക് നല്ല ഇടി കൊടുക്കുന്നുണ്ടാകും. നമ്മുടെ നമ്മു ആണെങ്കിൽ ഇതൊക്കെ കണ്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ടാവട്ടോ. അങ്ങനെ നമ്മു ആണെങ്കിൽ രാവിലെ വന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കും എടാ നിൻ്റെ അങ്കിൾ എന്തെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും അങ്കിൾ കുളിക്കണേന്ന് പറയും കേട്ടോ. അപ്പം നമ്മൾ ചോദിക്കും എടാ നിൻ്റെ അങ്കിളിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നിന്നെ എപ്പോഴെങ്കിലും ചീത്ത പറയാറുണ്ടോ, അതുപോലെ തന്നെ തല്ലാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും ചീത്ത ഒരുപാട് പറയാറുണ്ട് പക്ഷെ എന്നെ തല്ലിയിട്ടൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവട്ടോ. അപ്പം തന്നെ അങ്കിൾ അങ്ങോട്ട് വരുമ്പോൾ ഇവളും ഇത്തിരി പേടിച്ചൊക്കെ നിൽക്കുന്നുണ്ടാകും. എന്നിട്ട് രാത്രിയാകുമ്പോൾ ഇവനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്താ ഇവളും അവനെ ഫോളോ ചെയ്യുന്നുണ്ടാകും കേട്ടോ. അപ്പം ഇവളും ഇങ്ങനെ ടാക്സി ഒക്കെ കയറി അവൻ കയറുന്ന ക്ലബിലൊക്കെ കയറുന്നുണ്ടാകും. പക്ഷെ ഇവക്കാണെങ്കിൽ ആ പാസ്വേഡ് അറിയില്ലായിരിക്കും കേട്ടോ. അപ്പോൾ ആരാണ്ടൊക്കെ വരുമ്പോൾ ഇവളവിടെ ഒളിച്ച് നിൽക്കുമ്പോൾ അവർ കയറുമ്പോൾ എന്താ അവരുടെ കൂടെ തന്നെ ഇവളും കയറുന്നുണ്ടാകും. അങ്ങനെ ഇവൾ കയറി നോക്കുമ്പോൾ എന്താ അത് ശരിക്കും പറഞ്ഞാൽ ബോക്സിംഗ് ആയിരിക്കും. അപ്പോൾ
അപ്പോൾ ഇവർ നോക്കുമ്പോൾ എന്താ നൈറ്റ് മെയർ എന്ന് പറഞ്ഞ ആളായിരിക്കും നമ്മുടെ അങ്കിളിൻ്റെ ഇരട്ടപ്പേര്. അപ്പോൾ ഇവൾ നോക്കുമ്പോൾ അങ്കിളിനെ കാണുമ്പോൾ വല്ലാതെ ഷോക്കായിട്ട് നിൽക്കും. അപ്പോൾ അവരുടെ ഇങ്ങനെ പറയുന്നുണ്ടാകും, നിനക്ക് നൈറ്റ് മെയറിനെ അറിയില്ലേ, കഴിഞ്ഞ തവണ ഒറ്റയിടിക്ക് ഇടിച്ചിട്ട ആളല്ലേ അവൻ, ആ ഒരു ചെറുക്കൻ ഇപ്പോഴും കോമയിലാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ഇവളും വല്ലാതെ അങ്ങ് ഷോക്കായിട്ട് നിൽക്കുന്നുണ്ടാകും. അങ്ങനെ ആ ഒരു കളി തുടങ്ങി. നമ്മുടെ അങ്കിൾ നല്ല രീതിക്ക് ഇടി കിട്ടുമ്പോൾ ഇവർക്ക് ഇതൊക്കെ കണ്ടിട്ട് ആകെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഇവൾ തിരിഞ്ഞിങ്ങനെ നോക്കുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ഇതോടെയാണ് എപ്പിസോഡ് 4 തീരുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.